ഫുൾ കാണും. കാര്യം അറിയാമോ, ഈ വണ്ടി 7000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7,60,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. പുതിയൊരു 12,80,000 രൂപ വിലയുണ്ട്. അപ്പൊ രാജു, നമുക്ക് ഈ വണ്ടി 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 8 ലക്ഷം രൂപ ലോൺ കിട്ടും. നമുക്ക് 13 രൂപ 13 വേണ്ട, ഒരു 12 രൂപയ്ക്ക് തന്നേക്കാം. 12,50,000 ഫൈനൽ. എല്ലാ വീഡിയോയിലും അങ്ങേയറ്റം ക്വാളിറ്റി ഉള്ള വണ്ടികൾ, നല്ല കിടിലം വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ഞാനും എടുത്തു, കേൾക്കുന്നവരും എടുത്തു. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക, ഗ്യാരണ്ടിയാണ്. നിങ്ങൾ വരുന്നതിന് ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ ട്രസ്റ്റ് വാല്യൂലാണ്. ട്രസ്റ്റ് വാല്യൂ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട്, എല്ലാ മാസവും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർ വണ്ടി എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. വന്ന് നോക്കുന്നതിന് നിങ്ങൾക്ക് ഒരു നഷ്ടവും പറ്റില്ല. ഡീസൽ വണ്ടിയുണ്ട്, പെട്രോളുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ വണ്ടികളുണ്ട്. മുതലാളി ഇവിടെ ഉണ്ട്. സ്വാഗതം. അതെ, പെരുന്നാളൊക്കെയാണ്. ഓഫർ ഉണ്ടോ? പിന്നെ കിഡ്കാച്ച ഓഫറാണ്. നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. അതായത് നമ്മുടെ ആൾക്കാർ വീഡിയോ കണ്ടുവരുന്നവർ നമ്മളെ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് അങ്ങ് അറ്റ സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കിട്ടുന്ന പ്രൈസിൽ നിങ്ങൾ കൊടുക്കണം. ഇവരാണ് നമ്മളെ വളർത്തിക്കൊണ്ട് നമ്മളെ ചോറ് ഇവരാണ് കാണുന്നവരാണ്. നമ്മുടെ ധൈര്യം അതാണ്. അതെ. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾക്ക് നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ടാവും. ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്കുക. ഷെയർ ചെയ്യുന്ന ഇങ്ങനെ ഷോറൂം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. അതെ. പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ഹായ് വിടുവാണെങ്കിൽ വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ഫുൾ വീഡിയോസ് വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൻ്റെ അയത്തിലുള്ള ഷോറൂമിൽ അടിപൊളി ക്വാളിറ്റി വണ്ടികൾ, നല്ല വൃത്തിയുള്ള വണ്ടികൾ അല്ലേ സുഹൃത്ത് ബ്രോ? കൂടെ ഞാൻ ആ ഒരു പോറേ ഉള്ളൂ. നല്ല വില കുറച്ച് കൊടുക്കുന്നെങ്കിൽ, നല്ല വില കുറച്ച് പെരുന്നാളിന്റെ സ്പെഷ്യൽ ഓഫർ എല്ലാവർക്കും. നിങ്ങൾ നല്ല വില കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു നന്നായി ഞാൻ പറയും. അത്രേ ഉള്ളൂ. പെരുന്നാളൊക്കെയാണ്, ഓഫർ വേണം. എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അതെ. ഓക്കെ, എന്നാ പിന്നെ ബ്രിയോ തുടങ്ങിയാലോ? ബ്രിയോ തുടങ്ങാം. ബ്രിയോ ഏതാ മോഡല്? 2014 മോഡൽ ബ്രിയോ. 14 മോഡൽ ബ്രിയോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ടയറുണ്ട് അല്ലേ? നല്ല ടയറുണ്ട്. ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൊച്ചൊരു ഫാമിലിക്ക് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യാം. തീർച്ചയായിട്ടും കൊച്ചു വണ്ടിയാണ്. അതെ. അതുപോലെ സിറ്റീസിലേക്കൊക്കെ നോക്കാം. നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാ വണ്ടിക്കും ഞാൻ ചോദിക്കുന്നില്ല, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടേ പറയണേ. ഒരു റീപ്ലേസ് ഇല്ല, ധൈര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും റീപ്ലേസ് ഉള്ള വണ്ടികൾ ഞാൻ പറയാം. ശരി, ഇത് നമുക്ക് 2,90,000 രൂപ കൊടുത്തേക്കാം. 2,90,000 2014 വണ്ടി. 14 വണ്ടി അടിപൊളി. വലിയ കൂടുതലൊന്നും പറയാനില്ല അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? വൃത്തിയുള്ള വണ്ടി. ശരി, അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒന്നുമില്ല, അപാകതം, നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, ഇതാണെങ്കിലോ WRV 2018 മോഡല്. ഡീസൽ വണ്ടിയാണോ? പെട്രോൾ മാനുവൽ ആണ്. BX ആണ്. സൺറൂഫ് എല്ലാം വരുന്ന വണ്ടിയാണ്. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 30,000. ടയറൊക്കെ പുത്തൻ ടയർ. അജുവിന്റെ ഭാഷ ഇതിനെന്താ പറയണേ? പുതുപുത്തൻ. ഒന്നും പറയാൻ പുത്തൻ ടയർ. അതേതാ? യോക്കോമയാ? അടിപൊളി ടയറാട്ടോ, പുതിയതാണ്. ഓടിയിട്ടില്ല. വണ്ടി അകമൊക്കെ കാണാൻ നല്ല നീറ്റാണ്. പക്കല്ലേ? പക്ക. സൺറൂഫ് മേലുള്ള ജനലൊക്കെ കാണിച്ചു കൊടുക്കും. ജനലുണ്ട്. കുറച്ച് പൊടി ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു തിളക്കം കുറവ്. ഇതെന്താ നമുക്ക് വില? നമുക്കിത് 6,40 കൊടുക്കാം. ഈ വണ്ടി 30,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? 2018 ചെറിയ രീതി നമുക്ക് നെഗോഷിയേറ്റ്. അടിപൊളി. അതുപോലെ തന്നെ പുഞ്ചപ്പാടത്തിന്റെ വില എന്ന് പറയുമ്പോൾ 2023 വണ്ടിയാണ്. 23 ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ടയറൊക്കെ ഫുൾ ആണ്. ഫുൾ കാണും. കാര്യം അറിയാമോ, ഈ വണ്ടി 7,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇതിന് ഗിയർ ഇല്ല. നാട്ടിലൊന്നും വെറുതെ തെറിയൊക്കെ ഞാൻ തന്നെ പറയാം. ഓട്ടോമാറ്റിക് ആണ്, AMT ആണ് കേട്ടോ. വണ്ടി ഓട്ടോമാറ്റിക് AMT ആണ്. 7,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അത് മാത്രമല്ല വണ്ടി അണ്ടർ വാറന്റി ആണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഈ വണ്ടി എടുത്തോണ്ട് പോവുക, പെട്രോൾ അടിക്കുക, ഓടുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ വില? ഈ വണ്ടി ഞാൻ ഞെട്ടിക്കുന്ന രീതി കൊടുക്കാം. 23 6 മാസം വണ്ടി. ഞെട്ടിക്കുന്ന വില എത്രയാ? 6,90,000 രൂപ കൊടുത്തേക്കാം. 6,90,000 6,500 ലോണും ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം. ഈ വേരിയന്റിലെ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. ഇതിന്റെ ഒരു വേരിയന്റ് ഉണ്ട് മേളിൽ. ഇത് മിഡിൽ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് അഡ്വഞ്ചർ എന്നാണ്. ശരി, ഇത് ക്രിയേറ്റീവ് ആണ്. ഇത് അഡ്വഞ്ചർ ആണ്. ശരി, അതായത് അലോയ് വീൽസ് ഉണ്ടാവില്ല, സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. സൺറൂഫ് ഇല്ല, അല്ലെങ്കിലും ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. 23 ആണ്. 6,000 കിലോമീറ്റർ 6,90. 7,000 കിലോമീറ്റർ 6,90. 7,000 കിലോമീറ്റർ 6,90. ശരി, അതുപോലെ തന്നെ Q5 2010 വണ്ടി. 2010 ആണ്. നല്ല ഒറിജിനൽ കേരള. സോറി, 15. സോറി, എനിക്ക് തെറ്റിപ്പോയതാ. 2015 മോഡൽ ഓടി Q5 ഒറിജിനൽ കേരള വണ്ടി. Q5 ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. ധൈര്യമായിട്ട് ആർക്കും എടുക്കാം. പനോറമിക് സൺറൂഫ്, എല്ലാ സംവിധാനങ്ങളും ഉള്ള. പിന്നെ 15 മോഡൽ ഉണ്ടെന്നും കൂടി ആലോചിക്കണം അല്ലേ? അതെ. പിന്നെ ഒറിജിനൽ കേരള എന്ന് ആലോചിക്കണം.
കിലോമീറ്റർ 1 lakh അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ കറക്റ്റ് അപാകതയായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽസ് ആയിട്ടുള്ള ഈ ഗ്ലാസിന്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പൊങ്ങാനായിട്ട്, അങ്ങനെയൊക്കെ ഉള്ള, അല്ല വേറെ ഒന്നുമില്ല. നമുക്ക് വേണേൽ ക്ലിയർ ചെയ്യാലോ അല്ലേ? നമുക്ക് ഇത് 10.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 10,50,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി 15 വണ്ടി ഒന്നുമില്ല. അല്ല എന്തൊക്കെ പറഞ്ഞാലും 15 മോഡൽ ഇല്ലേ? 15 മോഡൽ അത്ര എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലൊന്നും അതെ അതെ ഡീസലും അല്ലേ? അതർ സ്റ്റേറ്റ് വണ്ടിന്റെ വിലയായുള്ളൂ. അതെ ക്ലിയർ ആണ്. അതെ 10,50,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 അടുത്ത് ലോണും കയറും. അത് തീർച്ചയായിട്ടും മോഡലുണ്ട്. കയറും. അടുത്തത് സോണറ്റ് വന്നിട്ട് 2023 HTK പ്ലസ് ആണ്. നല്ല അടിപൊളി അലോയ്സ് അല്ലേ? പുത്തൻ ടയർ അലോയ്സും ഇല്ലേ? അതെ 23 22,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ ആണ്. മിഡിൽ ഓപ്ഷൻ കേട്ടോ. മിഡിൽ എന്ന് പറയുമ്പോൾ ഈ സൺറൂഫ് അല്ല, HTK പ്ലസ് അലവിലൊന്നും വരില്ല, അതുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്. അതെ നമുക്ക് ഈ വണ്ടി 7,60,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. പുതിയൊരു 12 ഒക്കെ ഇല്ലേ വില? 12,80,000 രൂപ വിലയുണ്ട്. അതെ അല്ലേ? 7,60,000 രൂപ 7,60 7,60 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു രൂപ പോലും മുടക്കണ്ട. വണ്ടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സർവീസ് ചെയ്തുള്ളത് കിയാടെ ഷോറൂമിൽ കയറ്റി 8,000 രൂപ ബില്ലും ആയിട്ടുണ്ട്. ആ ബില്ല് ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് കൊള്ളാട്ടോ. സെയിം സാധനം ഓൾറെഡി ഉണ്ട്. വൈറ്റ് ആണ്. ഇതേതാ മോഡല്? ഇത് ഈ വണ്ടിക്ക് 2 പ്രത്യേകതയുണ്ട്. ഗിയറിലായിരിക്കും. ഇത് ഒന്നിന് ഗിയറില്ല, രണ്ട് ഇത് ഡീസൽ മാത്രം അടിച്ചാലും ഓടത്തുള്ളൂ. അത് മാത്രമല്ല ഇതിന് അലവിലും ഇല്ല. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് HTK ആണ്. 2021 വണ്ടിയാണ്. പുത്തൻ ടയർ കേട്ടോ. പുത്തൻ ടയർ 2021 ഡീസലില്. ഈ വണ്ടി കിലോമീറ്റർ ശരിക്കും 90,000 ഓടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ക്ലസ്റ്റർ കംപ്ലൈന്റ് ആയിട്ട് മാറ്റി 80,000 മാറ്റിയതാണ്. ഇപ്പൊ 11,000 കിലോമീറ്റർ ആണ് ഇത് കിടക്കുന്നത്. കിലോമീറ്റർ ടാമ്പർ ചെയ്തല്ല, ഷോറൂമിൽ ഇതിന്റെ ഹിസ്റ്ററി ഉള്ളതാണ്. കമ്പനി തന്നെ മാറ്റിയതാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ നിലവിൽ കിടക്കുന്ന 11,000 ആണ്. ശരിക്കും 80,000 മാറി ഇപ്പൊ 90,000 കിലോമീറ്റർ നിലവിലായിട്ട് ടോട്ടൽ 90 ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എടുക്കുന്ന. ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആച്ചു നോക്കാം. ഗിയർ ഇല്ല. ഐ മീൻ അടിപൊളി. PRND. ഇത് മറ്റേ 80 വരുന്നത്. ഇത് DCT അല്ലേ? DCT. ഓക്കേ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നല്ലൊരു DCT ഗിയർ ബോക്സ് ആണ്. അതെ അല്ലേ? അപ്പം ഈ വണ്ടി അജു പറയുന്നത് എന്ത് വിലയ്ക്ക് കൊടുക്കണം? മോഡൽ 21 അല്ല? 21 വണ്ടി. എനിക്കാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് വരുമോ? ഇതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കണ്ണട ഊരിട്ട് നോക്കാൻ പറഞ്ഞല്ലേ? അപ്പൊ അജു നമുക്ക് ഈ വണ്ടി 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 8 ലക്ഷം രൂപ ലോണും കിട്ടും. 8 പറഞ്ഞാൽ ഇപ്പൊ വലിയ ഒരിക്കലല്ല, കൂടുതലല്ല. ഈ വണ്ടി 14,80,000 അന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏകദേശം ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോഴും ഏറെക്കുറെ അതിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അന്നത്തെ വിലയാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ ഒരു 8 രൂപ മിനിമം ലോൺ കിട്ടും. നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് 8 രൂപ ലോൺ കിട്ടും. 4 പുത്തൻ ടയർ എല്ലാം ഉണ്ട്. എല്ലാ സാധനം ഉണ്ട്. മോശമൊന്നുമില്ല. 8,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 21 ഡീസൽ ഓട്ടോമാറ്റിക് ഒരു അപാകതയില്ല. അപാകതയുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ട്. ഇടിച്ച് മാറിയതല്ല, ഒരു വണ്ടിയുടെ ടയർ ഇളവി വീണ് ഈ കസ്റ്റമർ ഇതിൽ വന്ന് ഇടിച്ചു മാറിയതാണ്. അല്ലാതെ അയ്യോ അല്ല. ഇത് വളരെ ഫേമസ് ആയ ഒരാളുടെ വണ്ടിയാണ്. അത് എടുക്കാൻ ഹിസ്റ്ററിയിലുണ്ട്. വേറെ ഒന്നുമില്ല. ഈ അതായത് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ എന്ന് പറയുന്നത് കമ്പനി ഗ്ലാസ് തന്നെയാണ്. ഈ ഗ്ലാസ് ഒക്കെ കമ്പനി ഗ്ലാസ് ആണ്. ഇതൊന്നും മാറിയിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ടയർ വന്ന് പുള്ളി തന്നെ പറഞ്ഞു, ടയർ വന്ന് ഇടിച്ച് ചെറിയ നണിക്കുണ്ടാകും. പുള്ളിക്ക് അറിയില്ല, ഷോറൂമാർ മാറിക്കൊടുത്തതാണ്. തമാശ പറഞ്ഞോ? അത് പല കാരണം കൊണ്ടും മാറാം. ഇടിച്ചതുകൊണ്ട് മാറണം നിർബന്ധമൊന്നും അല്ല. ഇടിച്ചതല്ല, അതാണ് കറക്റ്റ് കാര്യം. തന്നെ ബ്രീസ ഇത് വളരെ റെയർ വണ്ടിയാണ്. പറയാൻ കാര്യം വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇഷ്ടം പോലെ കിട്ടാണ്ട്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അതാണ് ഈ കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയൊക്കെയാണ് റെയർ. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ZDI പ്ലസ് ഡുവൽ ടൂൺ കളറും. ഇതിന്റെ ടയർ നോക്കിയെങ്കിൽ പുത്തൻ ടയർ. നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഒരു മേ ബി ടയർ ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ടയർ, അതിപ്പോ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതിനകത്തിട്ട് പുതിയ ടയറാണ്. ആ കിയായിൽ പുതിയ ടയറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം പിന്നെ ആ WRV-ക്കകത്ത് എല്ലാം പുതിയ ടയറുകളാണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ZDI പ്ലസ് വണ്ടി 2018 വണ്ടി. ആദ്യം എന്തായാലും കൊടുക്കണം കസ്റ്റമർ. ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും. ഒരു 8 മതിയോ? വേണ്ട, എനിക്ക് 8,20,000 രൂപ വന്നാൽ മതി. മോഡൽ ഏതായിരുന്നു? 2018 ZDI പ്ലസ്. 18 8,20,000 മാന്യമായ വില അല്ലേ? ഒട്ടും കൂടുതലല്ല. ഈ പറഞ്ഞ പോലെ തന്നെ സുഖമായിട്ടൊരു 9 ഒക്കെ ചോദിക്കും. നമുക്ക് ഒരു 8 ലക്ഷം രൂപ കണ്ണുടച്ച് ലോൺ കിട്ടും. പിന്നെയും ലോൺ വേണ്ടവർക്ക് നമുക്ക് പിന്നെയും കൊടുക്കാൻ കൊടുക്കാം. വന്നോളൂ, ലോണും തരും, എല്ലാം തരും, 8ന്റെ പണിയും തരും. ലോൺ കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ പണിയാണ്. അതുകൊണ്ട് പറഞ്ഞു. ഇനി നേരെ വരുവാണെങ്കിൽ സിയാദ് ന്യൂ മോഡൽ കിടിലം വണ്ടി. 2023 ആൽഫ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടി. 4 പുതിയ ടയർ. ഇതിന്റെ ബില്ല് ഉൾപ്പെടെ നമ്മൾ 100 കിലോമീറ്റർ ഓടിയിട്ടില്ലല്ലോ. 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഈ വണ്ടി നമ്മൾ ഷോറൂം ഇപ്പൊ കയറ്റി സർവീസ് ചെയ്തതേ ഉള്ളൂ.
അതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. 30,000 കിലോമീറ്റർ സിംഗിൾ ഉണ്ട്. 2023 6 മാസം വണ്ടി. 23 കമ്പനി ഇറക്കിൽ ഏറ്റവും ടോപ്പിൽ, അതായത് ആൽഫ പ്ലസ് ആണ്. പെട്രോള് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്. ശരി, അടിപൊളി വണ്ടി. പെട്രോൾ ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് പുതിയ എന്ത് വിലയുണ്ട് ബ്രോ? പുതിയ വണ്ടി 15,80,000 രൂപ വണ്ടി വിലയുണ്ട്. വിലയുണ്ട്. നമുക്കിത് 9,50,000 രൂപ കൊടുത്തേക്കാം. 9 ലക്ഷം രൂപ, ഓരോ 5-5.5 ലക്ഷം രൂപ അങ്ങ് കുറഞ്ഞു കിട്ടി അല്ലേ? 5-6 ലക്ഷം രൂപ കുറഞ്ഞു കിട്ടും. അതെ, അതൊക്കെ മുതലാട്ടോ. കിലോമീറ്റർ 30,000. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് പുതിയതെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ 5-5.5 ലക്ഷം രൂപയ്ക്ക് വില ഉണ്ടെന്ന് തോന്നുന്നവർ വരിക. അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ഞാൻ സർവീസ് ചെയ്യുന്ന ബില്ല് ഇരിപ്പുണ്ട്. 4 പുതിയ ടയർ ഉണ്ട്, ഫുൾ കാർ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് വേണ്ട? ഇതിന്റെ യോക്കോമാന്റെ പുത്തൻ 4 ടയറും ഉണ്ട്. അടിപൊളി. 890 അല്ലേ? 890 അല്ല, 950. സോറി, ഇതാണ് 8.4. ഇത് 9,50,000. എന്തെങ്കിലും കുറയോ? നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. കസ്റ്റമർ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം ചെയ്തു. ഓക്കെ. അതുപോലെ തന്നെ ബലേനോ ആണെങ്കിലോ? ബലം നോ എന്നാണ് ഞാൻ ഇവനെ വിളിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്, ബലം നോ. കാര്യം നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ അതെ ബലം നോ എന്നാണ് ഞാൻ ഇവനെ വിളിക്കാറ്. പക്ഷേ എന്തുകൊണ്ടോ ജനപ്രിയ വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ്. കാരണം മൈലേജ് കംപ്ലൈന്റ് ഇല്ല. എവിടെ ഉള്ള ധൈര്യമായിട്ട് വിശ്വസിച്ച് പോവാം, എവിടെ വേണം പോവാം. 2021 മോഡൽ 7 മാസം വണ്ടി, ബലേനോ ഡെൽറ്റ ആണ് വണ്ടി. ഡെൽറ്റ ആയതുകൊണ്ടാണ് ഇതിൽ പ്രൊജക്ടർ അടക്കം എല്ലാം ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. പിന്നെ 21 വണ്ടി ആയതുകൊണ്ട് ഇൻഫോർട്ടൈൻ സിസ്റ്റം എല്ലാം നല്ല മാറ്റമുണ്ട്. അത് ക്ലൈമറ്റ് കൺട്രോൾ AC വരും. അതെ നല്ല നീറ്റ് വണ്ടി, പുതിയ സീറ്റ് കവർ ഉണ്ട്. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 50 ഓടിയപ്പോൾ സെക്കൻഡ് ടയർ ആയിരിക്കും ഇത്? സെക്കൻഡ് ടയർ ആണ്. അതും അത്യാവശ്യം ഒരു 90% ഉണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്ക് വന്നിട്ട് 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് 6 ലക്ഷം രൂപ ലോണും തരാം. 21 വണ്ടി ബലേനോ ഡെൽറ്റ ഫുൾ ലോൺ. ഒരു രൂപ പോലും മുടക്കണ്ട, ഒറ്റ രൂപ മുടക്കണ്ട. അടിപൊളി. അതൊന്നും വേണം നോക്കിക്കോട്ടെ, അത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഈ 250 ആണെങ്കിൽ ഇതൊക്കെ എന്താ നമുക്ക് വില വരുന്നത്? ഇതൊക്കെ നല്ല സെറ്റ് വണ്ടിയാണ്. നമ്മൾ ഇവൻ മറ്റേ ഹിമാചൽ പ്രദേശാണ്. ഇത് നമ്മൾ കേരളത്തിലാക്കാത്തുള്ള വില ഞാൻ പറയാം. ശരി, HP ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് 90,000 കിലോമീറ്റർ. 90 ഓടി അല്ലേ? 2015 മോഡലാണ്. ആ വുഡൻ ഫിനിഷ് ഒക്കെ അതേ കണക്കിരിപ്പുണ്ട്. നോക്കേ എന്താ വൃത്തി അല്ലേ? സെറ്റ് അല്ലേ? ഒരു കുഴപ്പമില്ല. സീറ്റിന്റെ ഒരു സൈഡ് ഭാഗം, അതായത് ഈ വണ്ടിന്റെ മൊത്തത്തിലുള്ള അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ നെഗറ്റീവ്. പിന്നെ ഈ ബാക്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ സീറ്റിന്റെ എന്തൊരു ക്ലീനാ നോക്ക്. വേറെ ഒരു കുറ്റം പറയാനില്ല കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസിലൊക്കെ ആ കൺട്രോളാണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും ഒരു പോർല് പോലും ഇല്ല. സൺറൂഫ് ഉണ്ട്. പിന്നെ അതാ ഈ സീറ്റിന്റെ പുറകിൽ നമുക്ക് പ്രത്യേക LCD ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ഇത് 2015 മോഡൽ, 1.5 കിലോമീറ്റർ ഓടി, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഇവിടെ ആക്കാതെ 13 ലക്ഷം രൂപ കൊടുക്കാം. പേപ്പർ ആക്കാതെ 3.5 ലക്ഷം രൂപ കാണണം. 2.5-3 രൂപയ്ക്ക് അകത്ത് കണ്ടാൽ മതി. 15 അല്ലേ? 15. 3.5 ഉള്ളിൽ. നമുക്ക് 13 രൂപയ്ക്ക്, 13 വേണ്ട, ഒരു 12 രൂപയ്ക്ക് തന്നേക്കാം. 12,50,000 ഫൈനൽ. 12 ലക്ഷം ഒന്നുമില്ല. ലാസ്റ്റ് വിലയാണ്. 12 ലക്ഷം രൂപയ്ക്ക് എടുത്താലും ഒരു കുറ്റവും ഒരു നഷ്ടമില്ല. അതായത് 15 മോഡൽ ഈ ഷേപ്പിലുള്ള വണ്ടി നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കി എടുക്കുമ്പോൾ ഒരു 15 രൂപയ്ക്കകത്ത് വരും. 15 വണ്ടി 15 ലക്ഷം തന്നെ ലാഭമല്ലേ? അത് ലാഭമൊന്നുമല്ല, എന്നാലും അങ്ങനെ കൊടുക്കാണ്ട് നിങ്ങൾ തരില്ലല്ലോ. പിന്നെ എന്ത് പറയാൻ പറ്റും? ഞാനൊരു 10 ഒക്കെ കിട്ടുകയാണെങ്കിൽ ലാഭം എന്ന് പറയും. നിങ്ങൾ തരില്ലല്ലോ. എന്ത് ഇനി ഇതാണെങ്കിലോ ഈ വണ്ടി സത്യം പറഞ്ഞ അജു എന്നോട് ചോദിച്ച വണ്ടി കേട്ടോ. അല്ല, ഞാൻ ഇതിനൊരു വില പറഞ്ഞു. അപ്പൊ സുഹേൽ ബ്രോ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. 2019 മോഡല് 19 അല്ലേ? VDI വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. കിലോമീറ്ററോ? 1 ലക്ഷം കിലോമീറ്റർ ഉണ്ട്. സിംഗിൾ ഓണർ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇൻഫർട്ടൈൻ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. നീറ്റ് വണ്ടിയല്ലേ? ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. സുഖമായിട്ട് 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു പക്ക വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഒന്നും ചെയ്യാനില്ല. ഈ വണ്ടിക്കകത്ത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് 4 പുത്തൻ ടയർ ഞാൻ വാങ്ങിച്ചിട്ടു. ആ യോക്കോഹോമ നിങ്ങൾ കണ്ട പോലത്തെ സെയിം 4 ടയർ ഞാൻ അത് വാങ്ങിച്ചിട്ട് റീപ്ലേസ് ഉണ്ട്. അത് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഒരു റീപ്ലേസ് ഉണ്ട്. ഞാൻ പറയും, ഞാനത് പറയാതെ ചെയ്യൂല. മനസ്സിലായില്ല? നേരത്തെ ആ കിയ സെൽറ്റോസിന് ഞാൻ ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ട്, പറയും. ഇതിനകത്ത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. കസ്റ്റമർ തന്നെ മാറിയതാണോ? അല്ലല്ല, ഫ്രണ്ട് ബോണറ്റോ കാര്യങ്ങളൊന്നും അല്ല. ബോണറ്റ് പിടിക്കണം ഒന്നുമില്ല. ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടില്ല. ഈ ഗ്ലാസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. അവിടെ ഹിസ്റ്ററി ഉള്ളതാണ്. ഈ ഗ്ലാസ് മാത്രമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8,50,000 രൂപ. ഏറെക്കുറെ നിങ്ങൾക്ക് 8 ലക്ഷം രൂപ ലോണും കിട്ടും. 19 വണ്ടിയാണ്. 50,000 രൂപ കൊണ്ട് കുറയാന്ന് വെച്ചാൽ 4 പുത്തൻ ടയറും ഫുൾ കവർ ഇൻഷുറൻസ് നിലവിലുണ്ട്. 4 പുത്തൻ ടയർ നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശരി, നമുക്ക് എന്തെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വിലയിലോട്ട് തീർച്ചയായിട്ടും ഫുൾ ടാങ്ക് എണ്ണയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വണ്ടി പക്കയിൽ പക്ക. വേണമെങ്കിൽ ഇതിന് നമുക്ക് ഒരു 6 മാസത്തെ വാറന്റിയും കൊടുക്കാം.
നമുക്ക് ഈ ഒരുമാതിരിപ്പെട്ട അല്ല ഞാൻ പറഞ്ഞതാണ് 6 മാസം നമുക്ക് ഇവിടെ ഇതിനകത്ത് കിടക്കുന്ന വണ്ടികളെല്ലാം നമുക്ക് ഒരുമാതിരിപ്പെട്ട മിക്ക വണ്ടികൾ നമുക്ക് 6 മാസം നമുക്ക് വാറന്റിയും കൊടുക്കും. ഒരു കംപ്ലൈന്റ് വരുന്നില്ല. അത്രയും വിശ്വാസം ഉണ്ടായതുകൊണ്ടും ഞാൻ പറയാണ്. പിന്നെ കസ്റ്റമറുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, Q5 കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതിന് വാറന്റിയുടെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു ഫണ്ട് ബെയർ ചെയ്യണം, അതേ ഉള്ളൂ. കുറച്ച് പ്രശ്നമാണ് അല്ലേ? എന്നാലും നമ്മൾ ഈ കസ്റ്റമറിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്രീമിയം വണ്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പണി വന്നാൽ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്തൊരു പണി വന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അത് ചോദിച്ച ഒരു ചോദ്യം എന്താണ് കാര്യം, ഈ കേട്ടോണ്ടിരിക്കുന്ന കസ്റ്റമർ ഇവനെ നമ്മൾ ആളെ പൊട്ടനാക്കണം അങ്ങനെയല്ല. ഇപ്പൊ ഇതിനകത്തൊരു ഇപ്പൊ നിങ്ങൾ എടുത്തോണ്ട് പോകുമ്പോൾ ഈ വണ്ടിക്കകത്ത് പോകുന്ന കാര്യത്തില്ല, ഈ വണ്ടിക്കകത്ത് പോകുന്നത് നമ്മൾ ചിലപ്പോൾ ഇതിനകത്ത് കാല് കൊടുത്ത് പോകും, വണ്ടി ആ രീതി പെർഫോം ചെയ്ത് പോകും. ഇതിലൊരു പണി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ എന്ത് പണി വന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഒരു ഡീലർമാരും പ്രീമിയം വണ്ടിക്കാണ് അങ്ങനെ വാറന്റി കൊടുക്കത്തില്ല. അതാണ് ഞാൻ ഒരുമാതിരിപ്പെട്ട ചില വണ്ടികൾക്കൊക്കെ നമുക്ക് ഇതിനകത്ത് വാറന്റി പ്രൊവൈഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും. പ്രീമിയത്തിന്റെ കേസ് അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇനി എന്നാലും ഈ ആവർത്തന വിരസതായിട്ട് തോന്നരുത്. പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയുകയാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, യൂസ്ഡ് വെഹിക്കിളാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വന്ന് കണ്ട് വണ്ടി എടുക്കുക. ഞാനോ അജോ പറയുന്നത് നോക്കിയിട്ട് ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. ഇത് എനിക്ക് നിങ്ങളുള്ള അഡ്വൈസ് ആണ്. ഞാൻ ഒരു നന്മയോടെ ആവുക എന്നല്ല, അങ്ങനെ തന്നെ പറയണമല്ലോ. കാര്യം സെക്കൻഡ് വണ്ടി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ വണ്ടിയിൽ നിന്നും വില കുറഞ്ഞ് കിട്ടി ഇരിക്കുമല്ലോ, EMI ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ യെസ് അത് തന്നെയാണ് ചെക്ക് ചെയ്യുക. നമ്മളിവിടെ മാക്സിമം ചെക്ക് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. എന്നാലും ഇപ്പോൾ ഒരു കസ്റ്റമർ കൊണ്ട് നമ്മൾ മാക്സിമം ഓടിച്ചു നോക്കും, ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കും, എല്ലാം നോക്കിയൊക്കെ തന്നെയാണ് എടുക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക. വണ്ടികളെല്ലാം നല്ല വണ്ടികളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൺസിസ്റ്റന്റ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ലോണിന്റെ കാര്യം വരാണെങ്കിൽ കേരളത്തിൽ എവിടെ 14 ജില്ലയിൽ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീടിന് പുറത്തിറങ്ങണ്ട, നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ നമ്മൾ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വരും. ലോൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇനി കൊല്ലം വരെ വന്ന് എടുക്കണമെന്ന് ആലോചിക്കേണ്ട. നമുക്ക് ഇവിടുന്ന് ഡെലിവറി ഉണ്ട്, ഡെലിവറി ചാർജ് എന്നാൽ നമ്മൾ അതിനൊക്കെ മുമ്പ് വന്ന് വണ്ടി ചെക്ക് ചെയ്യാം. പുറത്തുള്ള വണ്ടി കൂടി കാണിച്ചാലോ? അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് 3-4 വണ്ടി കൂടി ഇട്ടുണ്ട്. ഇതും കൂടി കാണിച്ചാൽ നമുക്ക് ആ വീഡിയോ എല്ലാം അവസാനിപ്പിക്കാം. നല്ല പൊടിയുണ്ട് കേട്ടോ, നല്ല പൊടിയാണ്. വണ്ടി രാവിലെ കഴുകിയിട്ട് ഇതാണ് അവസ്ഥ. വണ്ടി നല്ല ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വരുമ്പോൾ നല്ല ക്ലീൻ ആക്കി തരും. 2023 മാഗ്നറ്റ് XV പ്രീമിയം ആണ് വണ്ടി. അത് പഞ്ചറാണ്, എടുത്തിട്ട് തരാം, സാധനമുണ്ട്. XV പ്രീമിയം വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതായത് 360 ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. നല്ല നീറ്റ് വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല, ക്ലീൻ ആണ്. പുറത്ത് പൊടി ഉണ്ടെന്നുള്ള ചോദിച്ചാൽ വേറൊരു കുഴപ്പമില്ല അല്ലേ? അതെ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. നമുക്ക് ഈ വണ്ടി 5,90,000 നമുക്ക് കൊടുക്കാം. മോഡൽ ഏതാ പറഞ്ഞത്? 2023 XV പ്രീമിയം. 23 ഏറ്റവും ടോപ്പ്. കേരളത്തിൽ എവിടെയെങ്കിലും ഈ വണ്ടി 5,90,000 കിട്ടും നിങ്ങൾ നോക്കി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ ഞാൻ തന്ന വിലക്ക് അതേ കണക്ക് ഞാൻ തിരിച്ചെടുത്തോളാം. കുറച്ച് പൈസ കൂടുതൽ, ഒരു 10,000 രൂപ അധികം കൊടുക്കാം. 6 രൂപയ്ക്ക് ഞാൻ തിരിച്ചെടുത്തേക്കാം. ഒരു റീപ്ലേസും ഇല്ല, ഒറ്റ റീപ്ലേസ് ഉറപ്പാണ്. അടിപൊളി. അതുപോലെ തന്നെ ഈ കിട്ടാണെങ്കിലോ, ഈ കിഡ് വന്നിട്ട് 2023 തന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 23 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. കിലോമീറ്റർ 18,000 കിലോമീറ്റർ. RXT ആണ് വണ്ടി. വെറും 18,000 കിലോമീറ്റർ. RXT എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവറിന്റെ ഇൻഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളെല്ലാം വരും. പറഞ്ഞ ചെറിയൊരു തെറ്റുണ്ട്. 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സോറി, 23,000 കിലോമീറ്റർ. 2 എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ, ഒറ്റ റീപ്ലേസ് ഇല്ല. ഈ വണ്ടി വന്നിട്ട് 4.25 ലക്ഷം രൂപ. അതും 23 6 മാസം ഇറങ്ങിയ വണ്ടി 4,27,000. എത്ര ലോൺ വേണം? ഫുൾ ലോൺ. ഈ വണ്ടി ഇല്ലേ, ഈ വണ്ടി 6.25 ലക്ഷം ലോൺ പാസ്സായി കിടക്കാം. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോൺ പാസ്സായി കിടക്കാം നിലവിൽ ഒരു കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അതെ. അതുപോലെ തന്നെ ഇതാണ് കപ്പഡിഷൻ ആണ്. ഇത് കപ്പഡിഷൻ സാധനമാണ്. 2014 മോഡലാണ്. 1.2 ഡീസലാണ്. അടിപൊളി. അപ്പൊ ഈ വണ്ടിയൊക്കെ വളരെ റയർ ആണ് ഇപ്പൊ കിട്ടാനായിട്ട്. നല്ല വണ്ടികൾ. ഇത് കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ വന്നിട്ട് ഇത് 90,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഞാൻ ഇതിന് അജുവിന് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അതായത് ഇതിന്റെ എഞ്ചിൻ റൂം ഒക്കെ പറയുന്നത് നല്ല വൃത്തിയാണ് വണ്ടി. ജസ്റ്റ് ഒന്ന് പിടിച്ചോ, തുറന്നോ. ഇന്റീരിയർ ഒന്നും മോശമില്ല. ഇന്റീരിയർ ഒന്നും മോശം, സീറ്റൊക്കെയാണ്, പക്ഷെ വൃത്തിയുണ്ട്, നല്ല വൃത്തിയില്ലേ? അതെ. ഞാൻ എവിടെയെങ്കിലും ഒരു ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങൾ ക്ലീൻ ചെയ്തല്ലേ? പിന്നെ ഒന്നും ചെയ്തില്ല. വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് ആണ്. പക്ഷെ മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. എഞ്ചിൻ റൂം നല്ല നീറ്റ്, ക്ലീൻ അല്ലേ? ഒന്നും പണിയൊന്നും എടുത്തില്ല അല്ലേ? ഒന്നും എടുത്തില്ല, പക്കയാണ് വണ്ടി. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ശരി. നമുക്ക് ഈ വണ്ടി 3,60,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഒരു 60 രൂപ. 14 വണ്ടി 360 വേണ്ട, 3.5 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ വണ്ടി എടുത്തോണ്ട് പോവാം. അടിപൊളി. അടുത്തത് നല്ല മുത്ത് പോലുള്ള ഒരു i20 ആട്ടോ. ഇത് മൊത്തം പൊടിയല്ലേ? മൊത്തം പൊടിയതാ. അതെ. അപ്പൊ ഇത് നമ്മളിവിടെ റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ.
ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്ന ലോറികളൊക്കെ പോകുന്നതിന്റെ പൊടിയൊക്കെ പറന്ന് കയറുക ചെയ്യുന്നത്. ഈ പൊടിയാണ് ഈ പറന്ന് കയറുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പാടില്ല. അതാണ് മെയിൻ റോഡ് തന്നെയാണ്. മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. 2021 മോഡൽ i20 ആസ്റ്റ ഓപ്ഷൻ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ ഇതിനകത്ത് വേറൊരു ടോപ്പ് എൻഡ് ഉണ്ട്, എൻലൈൻ എന്ന വേരിയന്റ് ഉണ്ട്. ആ എൻലൈനകത്ത് പറയുമ്പോൾ മറ്റേ സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് DCT ആണ്. അടിപൊളി. 2021 വണ്ടിയാണ്. 49,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. നമ്മൾ തന്നെ സർവീസ് ഒക്കെ ലാസ്റ്റ് ഷോറൂമിൽ കയറ്റി സർവീസ് ഒക്കെ ചെയ്തത്. ഒന്നും ചെയ്യണല്ല, നീറ്റ് വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി? നല്ല നീറ്റ് വണ്ടില്ലേ? നമുക്കിത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇൻഷുറൻസ് തീർന്നിറക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് 7,30,000 രൂപ കൊടുക്കാം. 7,30,000 i20 പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി, അതും DCT ബ്ലാക്ക് കളറാണ്. പൊടി നോക്കണ്ട, നിങ്ങൾക്ക് തിളക്കുന്ന കണ്ടീഷനിൽ തന്നു. ഷോറൂമിന് ഇറങ്ങിയ കണ്ടീഷൻ നമ്മൾ തരും. ഇതാരുടെ ഒരു ഇതൊരു ഭയങ്കരമായ ഒരു വണ്ടിയാണിത്. അതെ, അതായത് ഇത് വലിയ കഥയൊക്കെ പറയും, നോക്കണ്ട. ഇത് ഏതാ മോഡൽ? ഏതാ പറ. ഇത് 2014 മോഡൽ ആൾട്ടിസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിനകത്ത് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ വണ്ടി. ഇതിനകത്ത് ഞാൻ തന്നെ ചെയ്ത അലോയ്സ്, ഈ ലിപ് സ്പോയിലർ എല്ലാം കസ്റ്റം മോഡലിൽ ചെയ്തേക്കാണ്. ഈ സാധനമൊക്കെ വലിയ സംഭവമൊക്കെയുണ്ടല്ലോ. ഇല്ല, ഒന്നുമില്ല. ഈ അലോയ്സ് സംഭവം ഉണ്ടോ? അത് അലോയ്സ് മുതൽ സാധനം. അലോയ്സും ഈ ടയറൊക്കെ മുതൽ സാധനമല്ലേ? അതെ, ടയറൊക്കെ ഏകദേശം ഒരു 70% പിന്നെ ഇത് ലാൻഡ് ക്രൂസറിന്റെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോളറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ സെറ്റിന് 360 ക്യാമറയും 360 ക്യാമറ എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം ചുറ്റും നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കാണാം. ഈ സീറ്റ് ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ. അതെ, എത്ര ചൂടടിച്ചാലും ഇതിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് കയറിയിരിക്കാം. പിന്നെ ഈ ടോപ്പ് ഒക്കെ ഞാൻ ബ്ലാക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളും, ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫുൾ ഷോറൂം സർവീസ് ബില്ലാണ്. ഏറെക്കുറെ ഞാനിപ്പോ ലാസ്റ്റ് സർവീസ് ചെയ്ത 1 ലക്ഷം രൂപ ബില്ല് ഉൾപ്പെടെ അതിനകത്തുണ്ട്. ക്ലച്ച് മാറിന്റെ എല്ലാം, ക്ലച്ച് മാറി, ബ്രേക്ക് പാഡ് മാറി, കംപ്ലീറ്റ് കമ്പനി പറഞ്ഞ കംപ്ലീറ്റ് സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ കേരള അല്ലേ ഇത്? ഒറിജിനൽ കേരള. കിലോമീറ്റർ 110. നിലവിൽ ഇപ്പൊ 110ന്റെ സർവീസ് കമ്പനി നമ്മൾ എടുത്തിട്ട് നിൽക്കുകയാണ്. അതെ, പക്ക കിലോമീറ്റർ വണ്ടി. 100% വണ്ടി. ഈ വണ്ടി ഞാൻ സെക്കൻഡ് ഓണർ. ഇനി അടുത്തെടുക്കുന്ന ആൾ തേർഡ് ഓണർ. നല്ല ക്ലീൻ ആട്ടോ വണ്ടി. അപ്പൊ നമുക്ക് ഈ വണ്ടി 990 കൊടുക്കാം. അത് ഇച്ചിരി കൂടുതലല്ലേ? കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫിറ്റിംഗ്സ് ഇളക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാം. അല്ല, ഇതിപ്പോ എത്ര രൂപ ഫിറ്റിംഗ് ഉണ്ടാവും? ഞാൻ ഏറെക്കുറെ കറക്റ്റ് 3 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഇതിനകത്ത് ചെയ്തു. 3 ലക്ഷത്തിന്റെ അല്ലേ? 3 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് കറക്റ്റ്. അതായത് ഞാൻ പറയുമ്പോൾ വണ്ടിന്റെ മാർക്കറ്റ് അപേക്ഷ വില കൂടുതലാണ്, പക്ഷെ ഇത്രയും പണി എടുത്തു വരുമ്പോൾ ഈ പൈസ വരും. അതെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. എനിക്കൊരു അപ്ഗ്രേഡ് ഒരു മോഡൽ കിട്ടി, അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ എടുക്കാം എന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. ശരി, അതായത് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോ. ഇത്രയും ഫിറ്റിംഗ്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ട സമയത്തിന്റെ ഒരു വേണ്ട. ഏറ്റവും വലിയ സംഭവം ഈ ലൈറ്റ് ആണ്. ഞാൻ 10,000 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിച്ചിട്ടാണ്. അതെ, RTO കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിഗണിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? പിന്നെ അത്യാവശ്യം ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടാണ്. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. ഒരിക്കലും ഇത് കണ്ടിട്ട് ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇതിനകത്ത് ഇടരുത്. ഇത് ഞാൻ കൊടുക്കണം എന്ന് അങ്ങനെ ഉദ്ദേശിച്ചതല്ല. പിന്നെ അജു പറഞ്ഞു വണ്ടി എടുത്ത് ഇട്ട് പറഞ്ഞ പോലെ ഈ വിലയൊക്കെ കൊടുത്തിട്ട് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആരും വിളിച്ചത് ഒരു ഈ ഒരു വണ്ടിന്റെ കാര്യത്തിൽ. അതെ. ഇത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. പിന്നെ ഇതിനകത്ത് ബാക്കിൽ ആംപ്ലിഫയർ വലിയ സെറ്റും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അത് അജുവിന് അറിയാം, സൗണ്ട് സിസ്റ്റം ഒക്കെ അറിയാലോ. ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ പച്ചക്ക് പറയും. എന്തായാലും നല്ലൊരു വണ്ടി കേട്ടോ. വണ്ടി ക്വാളിറ്റി ഉണ്ട്. അത് ഒറിജിനൽ കേരളയാണ്. 14 ആണ്. 110 ഓടിയിട്ടുള്ളൂ. കംപ്ലീറ്റ് പണിയും ചെയ്ത വണ്ടി. ഫുൾ ഷോറൂം സർവീസ് ചെയ്തേക്കുന്ന വണ്ടി. 900. അതെ. ഓക്കെ, അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തത് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഇൻട്രോയിൽ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ കാണിച്ച വണ്ടികളുടെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങേറ്റ ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം പറയാനുള്ളൂ, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഓഫർ ഉണ്ട്. മാക്സിമം വില കുറച്ച് കൊടുക്കും അല്ലേ? അതെ. നല്ല വണ്ടികളാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഔട്ട്സൈഡുള്ള ഒരു മാറ്ററാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പൊ ഇത് നിലവിലെ സാഹചര്യം വെച്ച് യുദ്ധം നടക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സഹോദരങ്ങളും പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന അജുവിന്റെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും വളരെ സേഫ് ആയിട്ടിരിക്കുക. നാട്ടിൽ വരാൻ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പ്രവാസികൾ, ഈ പെരുന്നാളിനൊക്കെ വരാൻ വേണ്ടി ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്ക് നമുക്കിപ്പോൾ ദുഃഖം നേരെയല്ലാതെ വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മാക്സിമം. ഈ പെരുന്നാളൊക്കെ നിങ്ങൾ കുടുംബമില്ലെങ്കിലും നിങ്ങൾ അവിടെ അടിച്ചു പൊളിക്കുക, ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കും. പിന്നെ ഓക്കെ, ഇതൊന്നും ഞാൻ എപ്പോഴും പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ വർത്തമാനം പറഞ്ഞു. അതെ, തീർച്ചയായും. കാരണം പലരും പല സാഹചര്യത്തിലും പല മാനസികാവസ്ഥയിൽ ഇരിക്കും. അതിന്റെ ഇടയിൽ കണക്കണം പറഞ്ഞിട്ട് അർത്ഥമില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം നേരുന്നു അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടികൾ എടുക്കാണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എടുക്കണം എന്ന് ആഗ്രഹിച്ച് സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ
ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. അതെ അതെ, ആരും അതിനകത്ത് നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഇതല്ല, ഇതിനെക്കാട്ടി നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ടവനാ മലയാളി. നമുക്ക് നല്ലൊരു പ്രശ്നം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. മിസൈൽ താഴെ നിന്ന് വരുമ്പോൾ മേലെ പോയി നിൽക്കുന്ന നോക്കിക്കുന്ന ഉരുൾപൊട്ടൽ നമ്മൾ അതിജീവിച്ചില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, ദയവേത് ആരും പോയി വീഡിയോയും ഫോട്ടോയും ഗൾഫിൽ ഒന്നും എടുത്തിടരുത്. എല്ലാത്തിനും തൂക്കുന്നുണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചേട്ടോ എന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. നല്ല കിടിലം വണ്ടികൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോ, നമ്പർ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും